പഠനമില്ലാതെ പ്രാക്ടീസിന് പോയിട്ടും കാര്യമില്ല. അത് ഒരു വേറെ ലെവലിലേക്ക് പോകുള്ളൂ. അപ്പോൾ പഠനം നല്ല രീതി വേണം, അതിനോടൊപ്പം തന്നെ ഉൾച്ചേരുന്ന ഒരു പ്രാക്ടീസും കൂടെ ഉണ്ടെങ്കിൽ ഒരു സിവിൽ എഞ്ചിനീയർ ഭയങ്കര എഫക്റ്റീവ് ആവും. ഈ മേഖലയിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ കിട്ടിയ ഭയങ്കര വലിയ അനുഭവ സമ്പത്തുണ്ട്. പല കാര്യങ്ങളും നമ്മൾ പുസ്തകത്തിൽ പഠിച്ച കാര്യങ്ങൾ പലതും നമ്മൾ കണക്ട് ചെയ്യുന്ന അവിടെയാണ്. പല കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഈ പല കാര്യങ്ങളും ജീവിതത്തിൽ അനുഭവം അല്ലാത്തതുകൊണ്ട് നമുക്കതൊരു ഇതായിട്ട് നമ്മുടെ ഉള്ളിലില്ല. പക്ഷേ ഈ കൺസെഷൻ ജേർണി എന്ന് പറയുന്നത് ഇതിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ കാണുമ്പോൾ പണ്ട് പഠിച്ച കാര്യമായിട്ട് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യുക. ഈ റിലേഷൻ വന്നു കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു നല്ല സിവിൽ എഞ്ചിനീയർ ആകും. അതുകൊണ്ടാണ് പറയുന്നത് സിവിൽ എഞ്ചിനീയർ ആയിട്ട് ഇനി ആർക്കിടെക്ട്സിന്റെ എനിക്ക് അത്ര ഇതല്ല. നല്ല എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാർ കൂടുതൽ എഫക്റ്റീവ് ആകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ പഠനവും അതിലുപരിയുള്ള പ്രാക്ടീസും കൂടി. അതിലുപരിയുള്ള പ്രാക്ടീസ് ഞാൻ പറയുള്ളൂ. നമ്മൾ പഠനമില്ലാതെ പ്രാക്ടീസിന് പോയിട്ടും കാര്യമില്ല. അത് ഒരു വേറെ ലെവലിലേക്ക് പോകുള്ളൂ. അപ്പോൾ പഠനം നല്ല രീതി വേണം, അതിനോടൊപ്പം തന്നെ ഉൾച്ചേരുന്ന ഒരു പ്രാക്ടീസും കൂടെ ഉണ്ടെങ്കിൽ ഒരു സിവിൽ എഞ്ചിനീയർ ഭയങ്കര എഫക്റ്റീവ് ആവും. ഞാനത് പറയാൻ കാരണം എന്താ വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തന്നെ ഒരു രീതിയിലേക്ക് നമ്മൾ സ്ഫുടം ചെയ്തെടുക്കുക. ഈ മേഖലയിൽ ഇപ്പോൾ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ട് അങ്ങനെ വരുന്നു എന്നുള്ളത് പഠനം പുറകെ കിടക്കുന്നു. ആ റിയലിറ്റിക്ക് തിയറികളെ നമ്മൾ റിലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാര്യം പിടികിട്ടും. അതുകൊണ്ടാണ് പലപ്പോഴും പല കാര്യങ്ങൾക്കും നമുക്ക് സൊല്യൂഷൻസ് ഉണ്ടാക്കാൻ പറ്റുന്നത്. നമ്മുടെ കമ്പനിയുടെ പേര് തന്നെ സിവിൽ ടെക് ഇൻഫ്രാ സൊല്യൂഷൻസ് എന്നാണ്. നമ്മൾ എഞ്ചിനീയേഴ്സ് എന്നോ അല്ലെങ്കിൽ കോൺട്രാക്ടേഴ്സ് ഒന്നും അല്ല. നമ്മുടെ വർക്ക് ബിഹേവിയർ അങ്ങനെയാണ്, പക്ഷേ എന്നാൽ പോലും നമ്മൾ ചെയ്തേക്കുന്ന കമ്പനിയുടെ പേര് അങ്ങനെ ഇട്ടേക്കുന്നത്. കാരണം നമുക്ക് സൊല്യൂഷൻസ് കൊടുക്കാൻ പറ്റണ്ടേ.